ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ അമേരിക്കൻ ബ്ലോഗിൽ ഹർഷീസ് ചോക്ലേറ്റ് ഫാക്ടറിയുടെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു, അത് ചുറ്റിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ചോക്ലേറ്റ് വാങ്ങിക്കാതെ പോകുന്നത് എങ്ങനെയാണ്? രണ്ടാമത് ഞങ്ങൾ അകത്തോട്ട് കയറി. അവിടെ നല്ലൊരു ഡിസ്പ്ലേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇത്രയും വെറൈറ്റീസ് ചോക്ലേറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഹർഷീസിൽ തന്നെ നമ്മൾ സ്ഥിരം കഴിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര വെറൈറ്റീസാണ്. ഒരുപാട് വെറൈറ്റീസ് ചോക്ലേറ്റ്സ് ഉണ്ട്. എല്ലാം കണ്ട് നിന്ന് പോകും, വാങ്ങിച്ചും പോവും. അങ്ങനെയുള്ള ഒരു വെറൈറ്റീസായിരുന്നു. ഞങ്ങളും ഒരുപാട് എടുത്തു. അവിടെ 155 പീസസ് ഉള്ള ഒരു വലിയ പാക്കറ്റ് കിട്ടി. ഇതിൽ ഹർഷീസിൻ്റെ മെയിനായിട്ടുള്ള എല്ലാ ചോക്ലേറ്റ്സും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് നാട്ടിൽ വരുമ്പം നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൊടുക്കാം. നല്ല ഒരു ഐറ്റമാണ്. ഞങ്ങളും അതുപോലെ വാങ്ങിച്ചു. അവിടെ ഒരു സെക്ഷനിൽ ഒരുപാട് കുട്ടി കുട്ടി ബാസ്ക്കറ്റ്സും കണ്ടെയ്നേഴ്സും പ്ലാസ്റ്റിക് കവറും എല്ലാം സിബ് കവറെല്ലാം വച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലൂസായിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്മാൾ പ്ലാസ്റ്റിക് കവറിന് ഒരു എമൗണ്ടും വലുതിന് ഒരു എമൗണ്ടുമാണ് ഇട്ടിരുന്നത്. 2 ലാർജ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടത്തട്ട $6 വരെ നമുക്ക് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് പിള്ളേർക്കും എല്ലാവർക്കും ഇത് എടുക്കാമെന്നുള്ള ആഗ്രഹമുണ്ടല്ലോ. അവർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം. പിന്നെ ആ മെഷീനിലും പുൽ ഔട്ട് ചെയ്ത് നമുക്ക് ചോക്ലേറ്റ് എടുക്കാം, ഒരുപാട് ചോക്ലേറ്റ്സ് എടുക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ലാർജ് ബാഗായിട്ട് എടുക്കുമ്പോൾ $20 അപ്പോൾ എല്ലാവരും അത് ഓരോരോ കവർ എടുത്തിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് എടുത്തു. മെഷീനിലിരുന്നും ഞങ്ങൾ എടുത്തു.
നമ്മളെടുത്ത കവർ അല്ലെങ്കിൽ ബാസ്ക്കറ്റിൽ എത്രത്തോളം നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് എടുക്കാം. ഈ വച്ചിരിക്കുന്ന എല്ലാ ക്യാൻഡീസിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കാം. അത് ഇത്ര എടുക്കണം എന്നൊന്നില്ല. എത്ര ആവശ്യമോ അത്ര എടുക്കാം. എൻ്റെ ചെറുമോൾക്ക് ഒരു കിറ്റ്കാറ്റിൻ്റെ ഒരു ടെഡി ബിയർ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി. എല്ലാവരും ഓരോരോ ടോയ്സ് എടുത്തു. അവിടെ അൺറാപ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ട്. ചോക്ലേറ്റ് നമ്മൾ തന്നെ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാനുള്ളതാണ്. തന്നെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ചോക്ലേറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളല്ല ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് അവർ ചെയ്തു തരും. അങ്ങനെയുള്ള ഒരു മെത്തഡാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും പോയില്ല. എന്നിട്ട് ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ബ്ലൂമിങ്ടണിലേക്ക് തിരിച്ചു. ഞങ്ങൾ വന്ന റൂട്ടിൽ തന്നെയാണ് രണ്ടാമത് യാത്ര തിരിച്ചത്. തിക്ക് ഫോറസ്റ്റാണ്. നമ്മളിങ്ങനെ റോഡിൽ പോകുമ്പം തന്നെ ഒരുപാട് മാൻ അവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ മാനൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പം ഇങ്ങനെ ഹൈ സ്പീഡിൽ വരുന്ന ട്രക്കേഴ്സ് വണ്ടീസ് ഇങ്ങനെ തട്ടിയിട്ട് കൊല്ലുന്നതാണിത്. അവരങ്ങനെ നിൽക്കാറില്ല. അവിടെ അതിന് ഒരു വലിയ മാൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ കേസൊന്നുമില്ല. അതിന് നിന്ന് എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതുകൊണ്ട് അത് അവർ പ്രശ്നമാക്കില്ല. 2-3 സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ മാനൊക്കെ മരിച്ചു കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഒരാഴ്ചത്തെ ടൂറും കഴിഞ്ഞ് ഞങ്ങൾ ബ്ലൂമിങ്ടണിലേക്ക് തിരിച്ചു. ഇത് നല്ല ഒരു യാത്രയായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിഷ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യണം. എന്നാലേ ഞാനിടുന്ന പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. Thanks for watching.